JRCM. RCM ബിസിനസ് ഒരു ലീഡർഷിപ്പിന്റെ ബിസിനസ്സാണ്. ആ ലീഡർഷിപ്പ് നമ്മളിൽ നമ്മളിലേക്ക് എത്തിച്ചേരാൻ കുറച്ച് ലക്ഷണങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ ലക്ഷണങ്ങളിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അതാണ് ട്രേറ്റ്സ് ഓഫ് ലീഡർഷിപ്പ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് വൈ ലീഡർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്ത് കാര്യം നയിക്കാൻ ഒരു വ്യക്തി വേണം, അല്ലെ? ഇപ്പൊ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നു, ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു, എന്ത് കാര്യത്തിനും ആരെങ്കിലും ഒന്ന് നയിക്കാൻ വേണം. എന്തിനധികം നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു ചെറിയൊരു അമ്പലത്തിൽ ഒരു ഉത്സവം നടത്തണമെങ്കിൽ അതിന് കുറച്ചൊരു ലീഡർഷിപ്പ് കാറ്റഗറിയിലുള്ള ആളുകൾ വേണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, അത് മൊത്തത്തിൽ ഒരു കൺഫ്യൂസ് സ്റ്റേജിൽ വരും. എന്ത് കാര്യത്തിനും മുൻകൈ എടുക്കാനും കുറച്ച് ആളുകൾ വേണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലീഡർഷിപ്പ് അപ്പൊ നമുക്ക് കുറെ അസോസിയേറ്റ് ബയേഴ്സ് ഉണ്ട്. നമ്മൾ ജനറലി അതിനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയും. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സ്കാറ്റേഡ് ആണ്. അവരിങ്ങനെ ചിതറിക്കിടക്കണം. അവർക്ക് പ്രത്യേകിച്ച് ഗോൾസ് ഒന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ കമ്മിറ്റ്മെന്റ് ലെവലൊന്നുമില്ല. ഇത് ജോയിൻ ചെയ്യുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട്. എത്ര പേർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട് ഇത് കാര്യം ചെയ്യണം? എത്ര പേര് ഡിസിപ്ലിൻ ആയിട്ട് ഒന്നുമില്ല. ജസ്റ്റ് ജോയിൻ ചെയ്തു, 2000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ജോയിൻ ചെയ്തതിന് അപ്പുറത്തേക്കൊന്നും അവർ കടക്കാറില്ല. പക്ഷെ ലീഡർഷിപ്പിന്റെ ആവശ്യകത നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് ഇല്ലാതെ പോവില്ല. കാരണം ഈ ബിസിനസ്സിൽ വന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. എനിക്ക് നേരിട്ട് അറിയാം. വർഷങ്ങളായിട്ട് അതേപടി നിൽക്കുക. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ടീമിൽ ഒരു ലീഡറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? ചെറിയ ചെറിയ ചേഞ്ചസ് വേണം. അത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിട്ടൊരു കാര്യം പറയാം. ഇപ്പോ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്നൊരു വാർത്ത കേട്ടാൽ ഇന്ത്യൻ പ്രസിഡന്റ് നാട്ടുകാരെ മൊത്തം വിളിക്കുകയല്ല ചെയ്യുക, അല്ലെ? എല്ലാ ഇന്ത്യക്കാരും വരും, നമുക്ക് എന്തുകൊണ്ട് യുദ്ധത്തിന് റെഡിയാവാന്നല്ല പറയാ. പകരം ആരെ വിളിക്കും? പ്രസിഡന്റിനെ വിളിക്കും, അല്ലെ? അല്ലെങ്കിൽ അതിന്റെ കൺസേൺഡ് ഇന്ത്യൻ എയർഫോഴ്സ്, നേവി, ആർമി ഈ കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും ടോപ്പ് ഒഫീഷ്യൽസിനെ വിളിക്കും. അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്റ്ററെ വിളിക്കും. അപ്പോൾ അവരിലൂടെ കാര്യങ്ങൾ നടക്കണം. ഈ ബിസിനസ്സിനും അത് വളരെ അത്യാവശ്യമാണ്. സോ അതില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ബിസിനസ് എന്നും ഇങ്ങനെ സ്കാറ്റേർഡ് ലെവൽ, ഇത് എപ്പോഴും ഫോക്കസ്ഡ് ആയിട്ട് പോകേണ്ടതാണ്. അപ്പൊ അതിന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ലീഡർഷിപ്പിൽ വരുന്നത്. അതിലൊന്നാണ് നമ്മളെപ്പോഴും ഒരു പ്രൊഫഷണൽ സ്റ്റുഡന്റ് ആയിരിക്കണം. ഏത് പ്രൊഫഷണൽ ആണോ വരുന്നത്, അതിപ്പോ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ മാത്രമല്ല, ഏത് മേഖലയിലാണെങ്കിലും ഹി ഷുഡ് ബി എ പ്രൊഫഷണൽ സ്റ്റുഡന്റ്. അപ്പോ ആ വാക്കിൽ തന്നെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. പ്രൊഫഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മൾ സ്റ്റുഡന്റ് ആവണമെന്നൊരു ചോദ്യം വരും. പക്ഷേ ഏത് പ്രൊഫഷൻ വരുന്ന ഒരാളും 20 വർഷം മുമ്പ് MBBS എടുത്ത ഒരു ഡോക്ടർ അതേപടി നിന്നാൽ ഇന്ന് ഒരു മനുഷ്യനുള്ള അടുത്ത് പോവില്ല. അയാള് അപ്ഡേറ്റ് ചെയ്യണം, അല്ലേ? ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ, അതല്ലെങ്കിൽ ഒരു വക്കീല് 50കളിൽ അല്ലെങ്കിൽ 60കളിൽ LLB പാസ്സായി. അതുകൊണ്ട് ഇന്നൊരു കേസ് ജയിക്കാൻ പറ്റില്ല. കാലഘട്ടം മാറുകയാണ്, നിയമങ്ങൾ മാറുകയാണ്. സോ വി ഹാവ് ടു ഗെറ്റ് അപ്ഡേറ്റഡ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, നമ്മളൊരു പ്രൊഫഷണൽ സ്റ്റുഡന്റ് ആണോ എന്നുള്ളത്. പ്രൊഫഷനെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ്, അതിന് എന്താ വേണ്ടത്? കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. ലേണിംഗ്. ഈ ലേണിംഗ് നമ്മുടെ ടീമിലേക്ക് കൊടുക്കുമ്പോഴാണ് നമ്മളൊരു ലീഡർ ആവുന്നത്, അല്ലെ? കണ്ടിന്യൂസ് ലേണിംഗ് ലൈക്ക് എ ഡോക്ടർ, ലോയർ ഓർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ. അതിന് എന്താ ചെയ്യേണ്ടത്? വായിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ സ്ഥിരം പറയാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് എങ്കിലും എന്തെങ്കിലുമൊക്കെ വായിക്കുക, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ വീഡിയോസ് ഉണ്ട്, മോട്ടിവേഷണൽ വീഡിയോസ് ഉണ്ട്, ഇൻഫോർമേഷണൽ വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ ട്രെയിനിങ്ങുകൾ, മീറ്റിങ്ങുകൾ. ഇപ്പൊ നമുക്ക് വരുന്ന ഒരു വണ്ടർഫുൾ ആയിട്ട് സെഷനാണ് നമുക്ക് 10-ാം തീയതി. കുറച്ച് അത്ഭുതങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്ന, പുതിയതായിട്ട് വന്ന ഒരാളെ ശരിക്കും ഇതിലേക്ക് പിടിച്ചു കെട്ടാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. ആ രീതിയിലാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറെ തടസ്സങ്ങളൊക്കെ ഉണ്ട്, മഴയുണ്ട്, വെയിലുണ്ട്, കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇറ്റ് വിൽ ബി ഡൺ ഇൻ ആൻ എക്സലന്റ് വേ. സോ കൂടുതൽ വീഡിയോസ് കാണുക. നമ്മുടെ ഫ്രീ ടൈം നമ്മൾ എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത് അവിടേക്ക് നമുക്ക് റിസൾട്ട് കിട്ടുക, അല്ലെ? എവിടെയാണോ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്, സ്കില്ല് കൂടുന്നതിനനുസരിച്ചാണ് വരുമാനം കൂടുക. സോ റീഡിങ്, വാച്ചിങ് വീഡിയോസ്, അറ്റൻഡിങ് ട്രെയിനിങ്സ്, അപ്ഡേറ്റിംഗ് ഹിംസെൽഫ്. ഒരു വ്യക്തി സ്വയമായിട്ട് എപ്പോഴാണോ അപ്ഡേറ്റ് ചെയ്യുന്നത് അവിടെയാണ് ലീഡർഷിപ്പ് വരുന്നത്. അതിന്റെ ഒരു ലക്ഷണമാണ് ബി എ പ്രൊഫഷണൽ സ്റ്റുഡന്റ്. നൗ മൈ ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾ ഓരോരുത്തരും ഒരു പ്രൊഫഷണൽ സ്റ്റുഡന്റ് ആണോ? നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിലാണ് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആധികാരികമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മുടെ അറിവുകൾ കൂട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ടീമിലെ ആളുകളിലും ഇത്തരം കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. അവരെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അവരെയാണ് നമ്മൾ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരേണ്ടത്. സോ ദ പേഴ്സൺ ഷുഡ് ബി എ പ്രൊഫഷണൽ സ്റ്റുഡന്റ്. സോ അഗെയിൻ ഐ ആം ആസ്കിങ്, ആർ യു എ പ്രൊഫഷണൽ സ്റ്റുഡന്റ്? ഇപ്പൊ മറ്റന്നാളത്തെ പ്രോഗ്രാമിൽ വരാൻ വേണ്ടി ഒരു ലേഡി, ഒരു സ്റ്റാർ പേൾ അച്ചീവർ 50 പേരുടെ ലിസ്റ്റ് തന്നു. മറ്റൊരു പേൾ അച്ചീവർ 14 പേരുടെ ലിസ്റ്റ് തന്നു. വേറെ ആരും തന്നിട്ടില്ല. അപ്പൊ നമ്മളെപ്പോഴും മുന്നിലായിരിക്കണം. അപ്പൊ നമ്മളിത് പഠിക്കണം. കാരണം ഞാൻ പോയാൽ പോരാ, എന്റെ ടീമിലെ ആളുകൾ വരണം.
ഓക്കെ. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ ദ ഫസ്റ്റ് പോയിന്റ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്. ആർസിഎം ബിസിനസിന്റെ പ്രത്യേകത, പലരും പറയാറുണ്ട് ഞാൻ 4 വർഷം മുമ്പ് ജോയിൻ ചെയ്തതാണ്, ഞാൻ ഇപ്പോഴാണ് സ്റ്റാർ ആയത്. എന്തുകൊണ്ടാ? 4 വർഷം മുമ്പ് ജോയിൻ ചെയ്ത് ഒന്നും പഠിച്ചില്ല, ഇപ്പൊ കഴിഞ്ഞ ഒരു 6 മാസം കൊണ്ട് ഒന്ന് ഉഷാറായി സ്റ്റാർ ആയി. ദാറ്റ്സ് ഓൾ. സോ ഇത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് വളരെ രസകരമാണ്. നിങ്ങൾക്കൊരു പകരക്കാരനുണ്ടോ? ഇപ്പോ ഒരു പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തു. ഇപ്പൊ നാളെ ഒരു ഹോം മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോവാന്ന് ഉറപ്പ് പറഞ്ഞു. പക്ഷേ ചില സാങ്കേതിക കാരണം എനിക്ക് ഒരു കാരണവശാലും പോകാൻ പറ്റാത്തൊരു സാഹചര്യം, വീട്ടിൽ ആർക്കെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ, എനിക്ക് പകരം എന്നേക്കാൾ നന്നായിട്ട് ഒരാൾ പോയിട്ട് അവിടെ എടുക്കാൻ എന്റെ ടീമിലുണ്ടെങ്കിൽ ഐ ആം സക്സസ്ഫുൾ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഹി ഷുഡ് ക്രിയേറ്റ് റീപ്ലേസ്മെന്റ് ഫോർ ഹിം. എനിക്കൊരു പകരക്കാരൻ ഉണ്ടായിരിക്കണം. ഒരു പക്ഷെ ഡോക്ടർക്ക് പകരക്കാരൻ ഉണ്ടാവില്ല. ഡോക്ടർക്ക് പകരക്കാരൻ ഉണ്ടെങ്കിൽ വേറെ ഡോക്ടർ വരണം. ദാറ്റ്സ് എ ഡിഫറെന്റ് ഇഷ്യൂ. ഞാൻ പറഞ്ഞത് എന്റെ അസാന്നിധ്യത്തിലും എന്റെ കാര്യങ്ങൾ നടത്താൻ അവിടെ ആളുണ്ടോ, ആ ലെവലിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ? മാറിയിട്ടില്ലെങ്കിൽ ആദ്യം നമ്മളിലാണ് ആ മാറ്റം കൊണ്ടുവരേണ്ടത്, അല്ലേ? എന്റെ ലീഡർക്ക് പകരം ഞാൻ തയ്യാറായിട്ടുണ്ടോ? എന്റെ ലീഡർക്ക് പകരം ബിനിസാറിനോ മുർത്തി സാറിനോ പകരം ഒരു പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യാൻ ആം ഐ കാപ്പബിൾ? അത് വലിയൊരു ചോദ്യമാണ്. സോ ഹി ഷുഡ് ക്രിയേറ്റ് റീപ്ലേസ്മെന്റ് ഫോർ ഹിം. അവനൊരു പകരക്കാരൻ. ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് നാളത്തെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ 10-ാം തീയതിയിലത്തെ ഒരു പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ അല്ല. കാരണം അതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിന്റെ ശരിക്കുള്ള റിസൾട്ട് ഞാൻ വരും സ്ലൈഡിൽ പറയാം. സോ ദ പേഴ്സൺ ഷുഡ് ക്രിയേറ്റ് റീപ്ലേസ്മെന്റ് ഫോർ ഹിം. അവനൊരു പകരക്കാരൻ. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് പകരക്കാരൻ ആരാണ് നിങ്ങളുടെ ടീമിലൂടെ? സ്റ്റാർ അച്ചീവേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരാളെ കണ്ടെത്തലാണ് ഈ ബിസിനസിന്റെ സക്സസ്. അതാണ് ലീഡർഷിപ്പിൽ നമ്മളിപ്പോ ലോയൽറ്റി, എഡ്യൂക്കേഷൻ, ഡെഡിക്കേഷൻ എന്നൊക്കെ പറയാറുണ്ട്. അതിനപ്പുറത്ത് കുറച്ച് കാര്യങ്ങൾ അതൊക്കെ. ഹി ഷുഡ് ക്രിയേറ്റ് റീപ്ലേസ്മെന്റ് ഫോർ ഹിം. മനസ്സിലായി എന്ന് കരുതുന്നു. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്താണ് ഏറ്റവും രസകരം. ആ വ്യക്തി ഒരു പ്രോബ്ലം സോൾവർ ആയിരിക്കണം. അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം. അതിലൊരു പ്രോബ്ലം ക്രിയേറ്റർ ആവരുത്. പലരും വിളിച്ചു പറയാറുണ്ട്, സാറേ ഇപ്പോ ഈ നമ്മുടെ പഴയ പോലെ ഒന്നും കമ്മീഷൻ ഒന്നും കൃത്യമായിട്ട് വരുന്നില്ല. കൃത്യമായിട്ട് വരാത്തത് അതുപോലെ കൺസിസ്റ്റൻസി കൃത്യമായിട്ട് കിട്ടുന്നില്ല. നോക്കുമ്പോൾ ഒരു മാസം പർച്ചേസ് നടത്തിയിട്ടില്ലേ, അല്ലേ? അപ്പൊ അത് അവര് ചെക്ക് ചെയ്യുന്നില്ല. അവർ ജസ്റ്റ് എപ്പോഴും പ്രോബ്ലം ക്രിയേറ്റർ ആണ്. ഒരു ലീഡർഷിപ്പിൽ എപ്പോഴും വേണ്ടത്. ഇപ്പൊ നോക്കിയാൽ അച്ഛൻ ആളുകളോട് ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്നും ചോദിക്കില്ല, അവർ ഭംഗിയായിട്ട് ചെയ്തൊരു സാറേ ദിസ് ഈസ് ദ ഫീഡ്ബാക്ക്, ദിസ് ഈസ് ദ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് വരും. ചില ആളുകളോ ആ പ്രോഗ്രാമിന് സാറേ അത് മൈക്ക് ശരിയല്ല, പിന്നെ അവിടെ ഹോൾ അത്ര കൃത്യമായിട്ട് ഹോള് ഒരു വൈബിൾ ഇല്ലാത്ത ഹോളാണ്, കസേരയൊക്കെ ഒരു സുഖമില്ലാത്തതാണ്. അപ്പൊ അതിനെന്താണ് സൊല്യൂഷൻ? അതാണ് കണ്ടെത്തേണ്ടത്. അവര് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഹി ഷുഡ് ബി എ പ്രോബ്ലം സോൾവർ. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ്, ആർ യു എ പ്രോബ്ലം സോൾവർ? 150-ലധികം ആളുകൾ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. എന്റെ ടീമിൽ ക്രീം ആയിട്ടുള്ള ആളുകളാണ്. ആർ യു എ പ്രോബ്ലം സോൾവർ? നിങ്ങളുടെ ടീമിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ നിങ്ങൾ എത്രമാത്രം ഇനിഷ്യേറ്റീവ് എടുക്കുന്നു? ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലം ക്രിയേറ്റർ ആവാൻ വളരെ ഈസിയാണ്. എല്ലാ കാര്യത്തിലും എനിക്ക് ആരും ഒന്നും തന്നില്ല, ഇവിടെ ആരും ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞൊരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, എന്ന് പറഞ്ഞ പോലെ കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്തു? വാട്ട് വി ഹാവ് ഡൺ, വാട്ട് വി ഹാവ് ക്രിയേറ്റഡ്, എന്താണ് നമ്മുടെ നിലപാട്? സോ ഈ 3 കാര്യങ്ങളാണ് ലീഡർഷിപ്പിന്റെ ശരിക്കുള്ള ലക്ഷണങ്ങൾ. ലീഡർഷിപ്പ് അല്ല ഞാൻ പറയാം, അതിന്റെ ലക്ഷണങ്ങൾ. ഈ 3 ആളുകളെ കണ്ടെത്തി നമ്മൾ ഡെവലപ്പ് ചെയ്താലേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. ഒരു ട്രെയിന് സാധാരണഗതിയിൽ ഒരു 40ഓളം എഞ്ചിനുകൾ ഉണ്ടാവും, ചിലതിന് അതിൽ കൂടുതലും ഉണ്ടാവും. സോറി, 40ഓളം ബോഗികൾ ഉണ്ടാവും. അതിൽ ഒരു എഞ്ചിനാണ് അതിനെ മുഴുവൻ വലിക്കുന്നത്. ഈ 40 എന്നുള്ളത് 41, 42, 43, 50, 60, 70, പാശ്ചാത്യ നാടുകളിലൊക്കെ 100, 120 ഒക്കെ ബോഗികളെ വലിച്ചുകൊണ്ട് പോകുന്ന എഞ്ചിൻ ഉണ്ട്. പക്ഷെ ഈ ബോഗികൾ എണ്ണം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാട്ട് വിൽ ഹാപ്പൻ? എഞ്ചിന് വലിക്കാൻ പറ്റാണ്ടോ? അതിന് പകരം നമ്മുടെ ബിസിനസ്സിൽ നമ്മളൊരു പുഷ് പുൾ ട്രെയിൻ ഉണ്ട്, അല്ലെ? മുന്നിൽ നിന്ന് വലിക്കുകയും ചെയ്യും, ബാക്കിൽ നിന്ന് തള്ളുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഒരു എഞ്ചിൻ കയറ്റി വെച്ചാലോ വണ്ടി ഉഷാറായിട്ട് ഓടും. അപ്പോ ലീഡർഷിപ്പിന്റെ ഈ 3 ക്വാളിറ്റീസ്, ഈ 3 ലക്ഷണങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ മാറാൻ. ഇതില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങളത് ഡെവലപ്പ് ചെയ്തെടുക്കണം. നല്ല വഴികൾ കണ്ടെത്തണം. എവിടെയാണ് എനിക്ക് പോരായ്മ? ഞാൻ ഒരു പ്രൊഫഷണൽ സ്റ്റുഡന്റ്, ഞാൻ എത്ര മണിക്കൂർ ഞാൻ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു, എന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച്, എന്റെ സിസ്റ്റത്തെ കുറിച്ച്. കഴിഞ്ഞ ദിവസം ക്രിസ്റ്റീന മാഡത്തിന്റെ ഒരു പ്രോഗ്രാം അട്ടപ്പാടിയിൽ നടന്നതിന്റെ ഒരു വീഡിയോ കണ്ടു, സൂപ്പർ. അതിന് അതിമനോഹരമായിട്ട് സുരാഗ് സാർ എഡിറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അത് കണ്ട ഒരാൾക്ക് സത്യം പറഞ്ഞത് കഴിക്കാൻ തോന്നും, എനിക്ക് തോന്നി. സോ ട്രെയിനിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. സോ ആർ യു എ പ്രോബ്ലം സോൾവർ?
ഡു യു ഹാവ് എനി റീപ്ലേസ്മെന്റ്? നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരാളെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കണ്ടെത്തുക. അങ്ങനെയുള്ള ആളുകളുണ്ട് നമ്മുടെ കൂടെ. അതിന് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ലോ ഓഫ് ആവറേജ്. ആളുകൾ 10 പേര് ലിസ്റ്റ് ഉണ്ടാക്കും. 10 പേരിൽ 8 പേരെ വിളിക്കും, 6 പേര് ഫോൺ എടുക്കും, 4 പേരെ കാണും, 3 പേര് പറയും നോ, ചിലപ്പോൾ ഒരാൾ ജോയിൻ ചെയ്യും, കഴിഞ്ഞു പരിപാടി. ലോ ഓഫ് ആവറേജിൽ 10 പേര് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ, വിളിച്ചാൽ 6 പേര് ഫോൺ എടുക്കുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്രയും വരില്ല. അതിൽ 2 പേര് കാണാൻ ചിലപ്പോൾ ഒരു പെർമിഷൻ തരും, അതിൽ ഒരാൾ ചിലപ്പോൾ ജോയിൻ ചെയ്യും. എന്ന് വെച്ചാൽ 10 പേരെ വിളിച്ചാൽ ഒരാൾ ജോയിൻ ചെയ്യുന്നു. ഒരാൾ ജോയിൻ ചെയ്താൽ മിനിമം 1000 PV. അപ്പൊ 10 കോളിൽ 1000 PV. നിങ്ങൾക്ക് 10,000 PV ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 100 കോള് വേണം. അതിൽ 10 പേരെ കണ്ട് ഇതിലേക്ക് കൊണ്ടുവരണം. ഇതാണ് ലോ ഓഫ് ആവറേജ്. അപ്പൊ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല നിങ്ങളുടെ ടീം വളരാത്തത്, നിങ്ങൾ ആളുകളെ മീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലേ? ഇപ്പൊ നമ്മുടെ സ്കില്ല് കുറവ് കൊണ്ടല്ല. ഈ സ്കില്ല് എങ്ങനെയുണ്ടാവുക? നമ്മൾ ആളുകളെ കാണുന്നു, സംസാരിക്കുന്നു, ഇത് ഇന്ന രീതിയിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്, ഇതിന് ഇന്ന ബെനിഫിറ്റ് ഒക്കെ ഉണ്ട്, ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഗുണം കിട്ടും, കളക്റ്റീവായിട്ട് വർക്ക് ചെയ്യാം, എല്ലാ സപ്പോർട്ടിനും നമ്മൾ കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി സ്മൂത്ത് ആവും, അല്ലേ? തുടക്ക സമയത്ത് നമ്മൾ പറയുന്ന ആളുകളൊന്നും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യില്ല. നിങ്ങൾക്കൊക്കെ അനുഭവം ഉള്ളതാണ്. പക്ഷേ പതുക്കെ പതുക്കെ പറഞ്ഞ് വെറുതെ, അല്ലേ? നമ്മൾ പറയാറുണ്ട്, ഒരു മാവുമ്മ ആദ്യമായിട്ട് കല്ലെറിയുമ്പോൾ 10 കല്ലെറിഞ്ഞാൽ ഒരു മാങ്ങ വീഴും. പിന്നെ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആവുമ്പോൾ ഒരു കല്ലെറിഞ്ഞാൽ ഒരു മാങ്ങ വീഴും. പിന്നീട് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആകുമ്പോൾ ഒരു കല്ലെറിഞ്ഞാൽ ഒരു കൊല മാങ്ങ വീഴും. സോ ഈ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ അത് ഡെവലപ്പ് ചെയ്യുക. സോ ലോ ഓഫ് ആവറേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും ചെയ്യാതെ നമ്മൾ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന്റെ ക്ലാസ് ഒക്കെ കേട്ടിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ നോക്കി വീടിന്റെ സർവ്വഭാഗത്തും നമ്മൾ താമസിക്കുന്ന മുറിയിലും മറ്റു ഭാഗത്തൊക്കെ നല്ല വീട്, നല്ല വാഹനത്തിന്റെ ഒക്കെ ഫോട്ടോ ഒട്ടിച്ചുകൊണ്ട് മാത്രം ഒന്നും നടക്കില്ല. വി ഹാവ് ടു ഡു സം ആക്ഷൻ. സോ ചെക്ക്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ചെക്ക് വെദർ യു ഗോട്ട് ഓൾ ദീസ് ട്രേറ്റ്സ്, ഇഫ് നോട്ട് അക്യൂർ ദം. അതായത് ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന ശീലക്കാരനല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം, ബിസിനസ്സിൽ വളരാൻ തുടങ്ങി, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. കാരണം ഇവിടെ നിങ്ങളുടെ മേലെ ഒരു അധികാരം പ്രയോഗിക്കാൻ ആരുമില്ല. അധികാരം പ്രയോഗിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ലീഡറുടെ അസോസിയേറ്റ്സ് എന്നെ വിളിച്ചു, സാർ എനിക്ക് ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു എന്താ കാര്യം? അയാളൊരു മാനേജറെ പോലെ പെരുമാറുന്നത്. ഇവിടെ മാനേജേഴ്സ് ഇല്ല. മാനേജർ എന്താ, ഈ വർക്ക് ചെയ്യുക, ആ വർക്ക് ചെയ്യുക, അവിടെ പോകരുത്, ഇവിടെ പോകരുത്, ഇന്നത് ചെയ്യണം. ആളെന്നോട് ചോദിച്ചൊരു കാര്യമാണ്, നമ്മൾ കുറച്ച് ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് ഈ ബിസിനസ്സിൽ വന്നത്, എന്നിട്ട് ഈ ഒരു മാനേജീരിയൽ ലെവലിൽ നിന്നിട്ട് എന്നോട് ആജ്ഞാപിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ പറയാ? ഇത് ഇതിപ്പോ ഞാൻ ഈ കൂട്ടത്തിലിരിക്കുന്ന ആളുകൂടെ ഞാൻ പറയുന്നത്, ഇത് പറയുമ്പോ ആ വ്യക്തി ഈ കൂട്ടത്തിലുണ്ട്, പക്ഷെ അയാള് കേൾക്കുന്നത് വേറെ പലതുമായിരിക്കും. എന്താ കാരണം? നമ്മൾ സെലക്റ്റീവ് ലിസണേഴ്സ് ആണ്. നമുക്ക് വേണ്ടപ്പെട്ട കാര്യം മാത്രമേ കേൾക്കുള്ളൂ, വേണ്ടാത്തൊന്നും കേൾക്കില്ല. ഇഷ്ടപ്പെട്ട കാര്യം മാത്രം കേൾക്കുക, ഇഷ്ടപ്പെടാത്ത കേൾക്കാതിരിക്കുക, അതല്ല വേണ്ടത്. എല്ലാം കേൾക്കണം, എങ്കിലേ നമുക്ക് മാറാൻ പറ്റണം. സോ ഈ 3 ട്രേറ്റ്സ്, ഈ 3 ലക്ഷണങ്ങളുള്ള ലീഡറാണോ നിങ്ങളെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചോ. പിന്നെ അസോസിയേറ്റ് ബയേഴ്സ് കോടിക്കണക്കിനുണ്ട്, ലീഡേഴ്സ് വളരെ കുറവ്. ഒരു മുകേഷ് കൊട്ടാരിയുള്ളൂ, ഒരു സുരേന്ദ്ര വത്സേ ഉള്ളൂ, അല്ലേ? ഒരു ഗിരീഷ് സാറേ ഉള്ളൂ, ഒരു മൂർത്തി സാറേ ഉള്ളൂ. വളരെ കുറവാണ്. അസോസിയേറ്റ്സ് ഇഷ്ടം പോലെയാണ്. അതിന്റെ വ്യത്യാസം എന്താ രണ്ട് തമ്മില്? അസോസിയേറ്റ്സ് ഒക്കെ അവര് ഫോക്കസ്ഡ് അല്ല, അവര് സ്കാറ്റേഡ് ആണ്, അവര് പ്രത്യേകിച്ച് ഒരു ഗോൾ ഓറിയന്റഡ് വർക്ക് ചെയ്യുന്നവരല്ല. അപ്പൊ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഇതിലുള്ള ആളുകളിൽ, ഈ ട്രേറ്റ്സ് ഉള്ള ആളുകളെ കണ്ടെത്തുക, അവരെ ഡെവലപ്പ് ചെയ്യുക. ലീഡേഴ്സ് എപ്പോഴും വളരെ കുറവായിരിക്കും. ഏത് മേഖലയിൽ ചെന്നാലും ലീഡർഷിപ്പ് കാറ്റഗറിയിലുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. സോ അതിലൊരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വ്യക്തികളെ കണ്ടെത്തുക. ആ കണ്ടെത്താൻ കുറച്ച് വഴികളൊക്കെ കഴിഞ്ഞ ദിവസം വട്സാറിന്റെ പ്രോഗ്രാമിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഒരു പൊട്ടൻഷ്യൽ ലീഡറെ, ഒരു പേഴ്സണെ നമ്മുടെ ഈ ബിസിനസ്സിൽ കണ്ടെത്തി അവരെ ഡെവലപ്പ് ചെയ്യുക. അതിന് രസകരമായ കാര്യം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു നല്ല ലീഡറെ കിട്ടിയാൽ നിങ്ങൾ ലക്ഷാധിപതിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ ഒരു നല്ല ലീഡർ എന്ന് വെച്ചാൽ നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ കപ്പാസിറ്റി ഒരു വ്യക്തിയെ കിട്ടിയാൽ യു ആർ എ ലാഖ്പതി. ലാഖ്പതി എന്ന് വെച്ചാൽ ലക്ഷാധിപതി. 2 അതിലധികമോ കിട്ടിക്കഴിഞ്ഞാൽ കോടിപതിയെ. ഞാൻ ആലോചിക്കുക, 100 ചില്ലാന ലീഡേഴ്സാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താ എന്നെ കുറിച്ച് പറയേണ്ടത്? ശതകോടീശ്വരനോ? അതാണ് ബിസിനസിന്റെ ബ്യൂട്ടി. താഴെ വന്ന ഒരു ലീഡറെ വളർത്തിക്കൊണ്ടുവന്ന് അവരുടെ ലക്ഷ്യങ്ങൾ പൂവണിയിക്കാൻ നമ്മൾ എത്ര എഫർട്ട് എടുക്കുന്നു, അത് നമ്മുടെ ലക്ഷ്യങ്ങൾ പൂവണിയിക്കാൻ എഫർട്ട് എടുക്കുന്ന തുല്യമാണ്. ഇത് സ്ഥിരം പറയാറുണ്ട്, പക്ഷെ എത്ര പറഞ്ഞാലും തലയിൽ കയറില്ല.
താഴെയുള്ള സ്റ്റാർ പ്ലാറ്റിനത്തിൽ നിന്ന് ടെക്നിക്കൽ ആവുമ്പോൾ മേലെയുള്ളതിനൊരു വിഷമം, എന്റെ കമ്മീഷൻ കുറയല്ലോ എന്ന്. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മൂർത്തി സാർ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ വ്യക്തമായിട്ട് എഴുതി കാണിച്ചു. എന്നിട്ടും നമ്മുടെ തലയിൽ കയറുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ ആലോചിച്ചൊക്കെ എത്ര ലീഡേഴ്സ് നിങ്ങളുടെ ടീമിലുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യൂ, അവരെ വളർത്തൂ, അവരെ നർച്ചർ ചെയ്യൂ, അവരെ കെയർ ചെയ്യൂ, അവർക്ക് വേണ്ട എല്ലാം കൊടുക്കുക. ദെൻ യു വിൽ ബി എ ക്രോർപതി. അപ്പോ രണ്ടോ അതിലധികമോ നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ലീഡേഴ്സ് നിങ്ങളുടെ കൂടെ, യു ആർ എ ക്രോർപതി, അതിൽ സംശയമൊന്നുമില്ല. ദെൻ അപ്പൊ ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ ടീമിൽ ഇഷ്ടംപോലെ ആളുകൾ വരും. അപ്പോ അതിൽ ആരുടെ കൂടെ നിന്നിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്, ആരുടെ കൂടെയാണ് നമ്മുടെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും നമ്മൾ മാറുക. നിങ്ങൾ കള്ളും കുടിച്ച് നടക്കുന്ന, ബീഡിയും വലിച്ച് നടക്കുന്ന, ചീട്ടും കളിച്ച് നടക്കുന്ന ആളുകൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ അതിലൊരാളായിട്ട് മാറും. അതിൽ വ്യത്യാസം, ഒരു മാറ്റം വരാൻ പോണില്ല. അപ്പൊ പല ആളുകളും വ്യക്തികളെ കുറിച്ച് സംസാരിക്കും. അത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പരമാവധി എന്റെ ചെവി കൊത്താറുണ്ട്. നേരിട്ടല്ല, പക്ഷെ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കില്ല. വ്യക്തികളെ കുറിച്ച് സംസാരിക്കുന്നവരെ വളർച്ച നമുക്ക് അറിയാം. അവർക്ക് ലീഡർഷിപ്പിലേക്ക് വരില്ല. ആശയങ്ങളെ കുറിച്ച് സംസാരിക്കുക. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന ഐഡിയ എന്ന കമ്പനി പണ്ട് പരസ്യം ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് RSMനാണ്, അല്ലെ? ഒരാശയമാണ്. എന്റെ വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ എനിക്ക് വളരാനുള്ള ഒരു അവസരം ഉണ്ടെന്നുള്ള ഒരു ആശയം. ഇതുവരെ ഉണ്ടാവാത്ത ഒരു കാര്യമാണ്. ഞാൻ ആശയത്തെ ഇഷ്ടപ്പെട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. സോ ആരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയാറുണ്ട്, ഒരു തുളസി ചെടിയുടെ കടയ്ക്കല് ഗാർഡൻ കൊണ്ടല്ല ഹരിത സഞ്ജീവനിയല്ല പുതിയതായിട്ട് വന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതിട്ടാൽ പോലും അത് ആൽമരം പോലെ വളരില്ല. അപ്പൊ അത് നോക്കി മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പ വഴികളുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ജലസഞ്ചയം. ജലസഞ്ചയം, താങ്ക് യു. ഹൗ ടു ഐഡന്റിഫൈ ദാറ്റ് പേഴ്സൺ, ആ വ്യക്തി എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നുള്ളത് ആണ് പറയുന്നത്. അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് ചെക്ക് ചെയ്യാൻ നമ്മളൊരു കുറച്ച് ബിസിനസ്സിൽ സീരിയസ് ആയിട്ടാണ്. പുതിയ ആളുകളൊന്നും ഇത് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മളൊരു ഹാബിറ്റ് ട്രാക്കർ കൊടുത്തിരുന്നു. അതിൽ നിങ്ങൾ എത്ര പേരുടെ ലിസ്റ്റ് ആഡ് ചെയ്തു, ഒരു ദിവസം എത്ര പേരെ വിളിച്ചു, എത്ര പേരെ കണ്ടു, എത്ര PV നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു, എത്ര PV നിങ്ങളുടെ ടീമിൽ ക്രിയേറ്റ് ചെയ്തു, ഇങ്ങനെ കുറച്ച് ബേസിക്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണോ എന്ന് മനസ്സിലാക്കാൻ ഒരു ഹാബിറ്റ് ട്രാക്കർ കൊടുത്തിരുന്നു. 112 പേർക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അത് നേരിട്ട് അതിന്റെ ഫോം കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ കോപ്പി എടുത്ത് വെച്ച് എല്ലാ ദിവസവും അതിലെഴുതുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ നമ്മൾ ഇന്നൊന്നും ചെയ്തില്ലല്ലോ എന്നൊരു ഉത്തരം അവർക്ക് കിട്ടും. ഞാൻ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് എന്റെ ബിസിനസ് വളരാത്ത എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവും. അതാണ് സത്യത്തില്. എന്ത് ചെയ്തു എന്നുള്ളതിനേക്കാൾ എന്ത് ചെയ്തില്ല എന്നുള്ളത്. എത്ര പേരെ ആഡ് ചെയ്തു? 1-ാം തീയതി 0, 2-ാം തീയതി 0, 3-ാം തീയതി 0, 4-ാം തീയതി 0, 5-ാം തീയതി 0, 6-ാം തീയതി 0, 7-ാം തീയതി രാജൻ സാറ് ചോദിക്കും എന്താ പറയാ. അപ്പോ നമ്മുടെ അകർമ്മണ്യത, ചെയ്യാത്തത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ആളുകൾ ചെയ്യാൻ താല്പര്യം കാണിക്കും. രസംദാനം ചെയ്യാൻ 100 ആളുകൾക്ക് കൊടുത്ത് ഒരു ലീഡർ കൃത്യമായിട്ട് എല്ലാ ദിവസവും എനിക്കത് അയച്ചു തരുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞ 5 മാസമായിട്ട് അദ്ദേഹത്തിന് ഗ്രോത്ത് ആണ്. ഇപ്പൊ ടെക്നിക്കൽ. അപ്പോൾ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ലീഡർ, നമ്മുടെ ടീമിൽ വരുന്ന ലീഡേഴ്സ്, ഇത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്. ഒരു സ്റ്റാറിന് അപ്ലിക്കബിൾ ആണ്, ഗോൾഡിന് അപ്ലിക്കബിൾ ആണ്, സ്റ്റാർ ഗോൾഡിന് അപ്ലിക്കബിൾ ആണ്, ഈവൻ ബിഗിനർക്ക് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഒരു സ്റ്റാറിനെ സംബന്ധിച്ചോളം അവര് ടീമിൽ വരുന്ന ബിഗിനർ, സ്റ്റാർട്ടർ, ഓപ്പണർ അവർക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഇതൊന്ന് കൊടുക്കുക, ഇതൊന്ന് ഫില്ല് ചെയ്യാൻ പറയുന്നത്, കാണിച്ചു കൊടുക്കുക. ഞാൻ ലീഡർ ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെ അവര് ചെയ്യുക? കഴിഞ്ഞ നമ്മുടെ സാറിന്റെ പ്രോഗ്രാമിൽ ഏറ്റവും വ്യക്തമായിട്ട് പറഞ്ഞ, ഞാനത് നേരിട്ട് കേട്ടില്ല, പക്ഷെ എന്റെ വീഡിയോ കണ്ടിരുന്നു, പറഞ്ഞ കാര്യം ഇതായിരുന്നു. നമ്മുടെ ഹാബിറ്റ് മാറ്റാത്തോടത്തോളം കാലം എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് വളരുക, അല്ലേ? അവര് ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത്, അവര് ഗോൾ ഷീറ്റ്, അവർക്ക് ഡ്രീം അതിൽ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത്. ദെൻ വീക്ക്ലി പ്ലാനർ. നാളെ എന്താ പരിപാടി? നാളെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, ഇന്നും എവിടെയും പോയില്ല, മഴയായിരുന്നു. മറ്റന്നാൾ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ 10-ാം തീയതിയോ മീറ്റിങ്ങിന് വരുമോ ഉറപ്പില്ല, വേറെ കുറച്ച് തിരക്കുകളുണ്ട്. ആൻഡ് ഇത് ഒരു സീനിയർ ലീഡറാണ് സംസാരിക്കുന്നത്. ആലോചിച്ച് നോക്കുക. എന്നിട്ട് പറയുന്നത് എന്താ, ഞാൻ കുറെ നാളെ ബിസിനസ്സിൽ വന്നിട്ട് എന്റെ ടീമൊന്നും വളരുന്നില്ല. എങ്ങനെയാ വളരുക? നമ്മുടെ ഉള്ളിലാണ് ആ വളർച്ച ഉണ്ടാവുന്നത്. സോ ഈ ഒരു ഹാബിറ്റ് ട്രാക്കർ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതൊരു ഫിൽറ്ററാണ്. അപ്പൊ ആരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ളതിന് ഒരു ഫിൽറ്ററാണ് അത്. അവര് കൂടെ വർക്ക് ചെയ്യുക. 1-2 ലീഡേഴ്സ് 1-ാം തീയതി എന്റെ അടുത്ത് വന്നിട്ട് ഒരു ടീം സ്ട്രക്ചർ കാണിച്ചിട്ട് പറഞ്ഞു, ഈ മാസം എനിക്ക് അടുത്ത ലെവലിൽ കയറാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ ഓരോരുത്തർ ഈ കാര്യങ്ങൾ ഞാൻ നോക്കിയത്. ഇവര് മീറ്റിങ്ങിന് വരുന്ന ആളാണോ? മീറ്റിങ്ങിന് വരില്ല. പിന്നെ
ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ അച്ചീവറാണ്, ഓപ്പണറാണ്. എല്ലാ മാസവും ഒരു 20,000 PV എങ്ങനെയും ബി സൈഡിൽ വരുത്തും. പിന്നെ അവർക്ക് എന്തെങ്കിലും പ്ലാനോ കാര്യങ്ങളോ എല്ലാം സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ചോട് ദോസ്കോ ഞാൻ പറഞ്ഞു ആളെ വിട്ടോളൂ. അതിന്റെ ആളെ നോക്കൂ, ബിസിനസ്സിൽ നിന്ന് ഒരാളെ നമ്മൾ പെർമനന്റ്ലി ഒഴിവാക്കല്ല ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അതിന് വേണ്ടി കൂടുതൽ ടൈം ചെലവഴിക്കേണ്ട. ആളെന്തായാലും ആളെ 20,000 PV ഉണ്ടാക്കിക്കോളും. ലെറ്റ് ഹിം മേക്ക് ഇറ്റ്. ആൻഡ് പിന്നെ ചോദിക്കുന്നത് ബേസിക്സ് ഫോളോ ചെയ്യുന്ന ആളാണോ, ടൂൾസ് യൂസ് ചെയ്യുന്ന ആളാണോ, ടൂൾസ് വെച്ച് പ്രൊമോഷൻ നടത്താറുണ്ടോ, തേർഡ് പാർട്ടി പറയാറുണ്ട്, അറ്റ്ലീസ്റ്റ് സ്റ്റേജിൽ നിന്നിട്ട് സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ 2 വാക്ക് പറയാൻ പറ്റുന്ന ആളാണോ? അങ്ങനെയുള്ള ആളുകളെ നോക്കി ഞാൻ ഒരു 3 പേര് കൊടുത്തു. യു ഫോക്കസ് ദീസ് പീപ്പിൾ. അവരെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അത് നല്ല റിസൾട്ടാണ്. കാരണം എവിടെയാണ് നമ്മൾ അല്ലെ, ഒരു ഡോക്ടർ എപ്പോഴും ഒരു രോഗിയുടെ രോഗാവസ്ഥ പിൻ പോയിന്റ് ചെയ്തിട്ട് മരുന്ന് കൊടുക്കും. പിൻ പോയിന്റ് ചെയ്യും, ഇയാൾക്ക് വയറിലാണ് പ്രശ്നം, അല്ലെങ്കിൽ ഇയാൾക്ക് തലയിലാണ് പ്രശ്നം, അല്ലെങ്കിൽ എല്ലിൻ്റെ ഉള്ളിലാണ് പ്രശ്നം. അല്ലാണ്ട് കണ്ണിൽ പ്രശ്നം വരുന്നതിന് കാലുമ്പോ മരുന്ന് പരട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. സോ ഐഡന്റിഫൈ ദ പൊട്ടൻഷ്യൽ ലീഡർ. അതാണ് ഒരു ആക്ച്വൽ ലീഡറുടെ കാലിബർ. ഇതെന്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു അന്ന് നമ്മുടെ ബിസിനസ് വളരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണ്, റെഗുലർ ആയിട്ട് നിങ്ങളുടെ കൂടെ കുറച്ച് ആളുകൾ വരുന്നുണ്ടോ? നിങ്ങൾ ഒരു മീറ്റിങ്ങിന് വന്നാൽ പല ആളുകളും ഉണ്ട്, ലീഡറെ പരിചയപ്പെടുത്തില്ല. വളരെ വ്യക്തമായിട്ട് ഗ്രീസ് സാർ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അതാണ് ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ്. എത്ര അപ്പൊ എന്നോട് പലരെ പുതിയ ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ പലരും പറയും, ഞാൻ എൻ്റെ കൂടെ 2 പേര് പുതിയ, എന്നിട്ട് അവരെവിടെ? ഞങ്ങൾ ഇത്തിരി നേരത്തെ പോകും. ഒന്ന് പരിചയപ്പെടുത്താൻ. സാറ് ഭയങ്കര ബിസി ആയിരുന്നു. സാർ എപ്പോഴും ബിസി ആയിരിക്കും. ആരുടെ ആവശ്യം? ആ കൊണ്ടുവന്ന വ്യക്തിയെ ലീഡറായിട്ട് ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ ആരവിടെ വളരുന്നത്? അല്ലെങ്കിൽ ഞാൻ തന്നെ മതി. രൂപി 14 പറഞ്ഞ പോലെ ഞാനാണ് രാഷ്ട്രം, എന്റെ ടീമിലേക്ക് വേറൊരാളും നുഴഞ്ഞുകയറ്റം പാടില്ല, എന്റെ അപ്ലൈൻ എന്നെ ഒന്നും ചെയ്യേണ്ട, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം എന്നെ ഡൗൺലൈൻ കേൾക്കാം. അങ്ങനെ ഒരു നിയമമില്ല അവിടെ, ഒരു നിയമമില്ല. നമ്മുടെ സിസ്റ്റം അനുസരിച്ച് എങ്ങനെ വർക്ക് ചെയ്യണം എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പല ആളുകളും പറയാറുണ്ട്, ചെയ്യുന്ന ജോലി നിർത്തിയിട്ട് മിസ് ആർട്സ് ആൻഡ് ബിസിനസ് നിർത്തി നല്ല പോസ്റ്റിൽ നിന്നുള്ള വേറെ ജോലിക്ക് പോകുന്നവരുണ്ട്. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി സജീവ് സാറ് പറഞ്ഞു. ജോലി ചെയ്യുന്ന ഒരാൾ ആർസിമ്പിൽ വന്നിട്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആർക്കും പരാതിയില്ല. പക്ഷെ ചെയ്യുന്ന ജോലി ബിസിനസ് നിർത്തി വേറെ ജോലിക്ക് പോകുന്ന ആള് പിന്നെ പൈസ ഉണ്ടാക്കിയിട്ട് ആർസം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമില്ല. സാഹചര്യം അനുസരിച്ച് എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ വേണ്ടി വരില്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് അവര് കൂടെ ആരാ വരിക? നോബഡി വിൽ കം. ഇതിനൊരു പ്രൊഫഷണലായിട്ട് ഏറ്റെടുത്ത ഒരാളും വരില്ല, ഏറ്റെടുത്ത് വരില്ല. കാരണം എന്താ, പ്രൊഫഷണലായിട്ട് പറഞ്ഞ ആള് വേറെ പരിപാടിക്ക് പോകാം അല്ലെ? സോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എത്ര ലീഡേഴ്സ് നമ്മുടെ ടീമിലുണ്ട്. നിങ്ങൾ കാപ്പബിൾ ആണെങ്കിൽ നോക്കുക, അടുത്ത 10-ാം തീയതി വരുന്ന 4 ദിവസം കഴിയുന്ന പ്രോഗ്രാമിൽ മാക്സിമം ആളുകൾ അവിടെ നിറയട്ടെ. ആ ഹോളിൽ ഇരിക്കാൻ ഒരു സൂചി കുത്താൻ സ്ഥലമില്ലാത്തൊരവസ്ഥ വരട്ടെ. അതാണ് ഇതിന്റെ ഒരു ശരിയായ രീതിയിൽ നമ്മൾ ബിസിനസ്സിൽ ഉണ്ടെന്നുള്ളത്. ലൈവായിരിക്കുക, ജീവനോടെ ഇരിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ എനർജി ആയിട്ട് സംസാരിക്കുക. നിങ്ങൾ എനർജി ഇല്ലെങ്കിൽ ഡോണ്ട് ടോക്ക്, കീപ് ക്വയറ്റ്, സംസാരിക്കേണ്ട. ചില കോളുകൾ വരുമ്പോൾ ഞാൻ എടുക്കാറില്ല. എന്താ വെച്ചാൽ വിത്ത് ലോ എനർജി, എന്റെ ലോ എനർജി ഒരാളും കാണുന്നത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സോ ഇത് നമ്മൾ ശരിക്കും പഠിക്കുക. ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തോളൂ. ഒന്ന്, നിങ്ങൾ ഒരു കണ്ടിന്യൂസ് ലേണർ ആണോ, ഒരു പ്രൊഫഷണൽ സ്റ്റുഡന്റ് ആണോ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒരു പ്രൊഫഷണൽ സ്റ്റുഡന്റ് ആണോ, ഇതിൽ മാറ്റങ്ങളെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? 2, നിങ്ങൾക്കൊരു പകരക്കാരനെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എന്താണ് മൂന്നാമത്താണ് ഒരു പ്രോബ്ലം സോൾവർ ആണോ? ചെറിയ കാര്യമല്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ നമ്മുടെ ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ട്, ഒരു ഡൗട്ടും ഇല്ല. സോ ഐഡന്റിഫൈ ദാറ്റ് പൊട്ടൻഷ്യൽ ലീഡർ ഇൻ യുവർ ടീം. എന്നിട്ട് അവരെ ഡെവലപ്പ് ചെയ്യുക. അവരെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് അഭൂതപൂർവമായ വളർച്ചയുണ്ട്. ഇവിടെ ആരെങ്കിലുമൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ തന്നെ വളർന്നതല്ല, അവരുടെ അസോസിയേറ്റ്സിനെ വളർത്തിയിട്ട് വളർന്നതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ ചെറിയ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ പര്യാപ്തമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ജയ് RCM. GRC